പരിശുദ്ധ മുഹറം മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവിൽ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നാം അള്ളാഹുവിലേക്ക് കരമുയർത്തുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഈ മാസത്തിൽ, ഈ സമയങ്ങളിൽ വെള്ളിയാഴ്ച രാവിൽ നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പം റബ്ബ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും, നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരും. വെള്ളിയാഴ്ച രാവിന് വലിയ മഹത്വമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്, പുണ്യമുണ്ട്. അത് പറയേണ്ടതില്ല. ഈ വർഷത്തിൻ്റെ ആരംഭത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവിൽ നമ്മൾ സ്വലാത്തുകൾ ചൊല്ലി, പല ആവശ്യങ്ങളുള്ളവരുണ്ടല്ലോ ഈ വീഡിയോ കാണുന്നവരിൽ, പല പ്രയാസങ്ങളുള്ളവരുണ്ടല്ലോ. ആ പ്രയാസങ്ങൾ മാറണമല്ലോ, ബുദ്ധിമുട്ടുകൾ മാറണം, കഷ്ടപ്പാടുകൾ മാറണം, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ മാറണം. സന്തോഷവും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയും നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ദിവസത്തിൽ സ്വലാത്തുകൾ ചൊല്ലി ഹബീബായ തങ്ങളുടെ ഹളറത്തിലേക്ക് സ്വലാത്തുകൾ നന്ദിയോടെ ചെല്ലുക. നമുക്കിന്ന് ലഭിക്കുന്ന എല്ലാ നന്മകളുടെയും എല്ലാ അനുഗ്രഹങ്ങളുടെയും കാരണക്കാർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ചുകൊണ്ട്, മഹബത്ത് വെച്ചുകൊണ്ട്, മദീനത്ത് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, മദീനത്തെത്തണമെന്ന് കൊതിച്ചുകൊണ്ട് സ്വലാത്തുകൾ നമ്മൾ ചെല്ലുമ്പം അള്ളാഹു ആ സ്വലാത്ത് മുഖേന നമ്മുടെ വിഷമങ്ങൾ മാറ്റിത്തരുകയും പ്രയാസങ്ങൾ നീക്കിത്തരുകയും ധാരാളം ഐശ്വര്യവും ബറക്കത്തും അഭിവൃദ്ധിയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പടച്ചറബ് നൽകാനത് കാരണമാകും. അള്ളാഹു നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. വളരെ പ്രതീക്ഷയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഈ പരിശുദ്ധമായ മുഹറം മാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച അള്ളാഹുവിലേക്ക് നമ്മൾ കരമുയർത്തുമ്പം റബ്ബ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും. നമ്മുടെ പ്രയാസം അള്ളാഹു മാറ്റിത്തരും. എല്ലാവിധ സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹു എളുപ്പമാക്കി തരും. അള്ളാഹു നമുക്ക് ഖൈർ തരുമാറാവട്ടെ, ബറക്കത്ത് തരുമാറാവട്ടെ. ഏതു കാര്യത്തിൻ്റെയും തുടക്കം നന്നായാൽ അതിൻ്റെ അവസാനവും ഒടുക്കവും എല്ലാം നന്നായി വരുമെന്നാണ്. അപ്പോൾ നമ്മളൊരു മാസം തുടങ്ങുമ്പോൾ, ഒരു വർഷം തുടങ്ങുമ്പോൾ, അതിലേറ്റവും ശ്രേഷ്ഠമായ മാസത്തിൽ ഏറ്റവും പുണ്യമായ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ സ്വലാത്തുകൾ ചൊല്ലി, ദിക്റുകൾ ചൊല്ലി, നമ്മൾ ഈ ദിവസത്തെ ആരാധനകൾ കൊണ്ട് സജീവമാക്കുമ്പോൾ ഈ വർഷം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിനും ബറക്കത്തിനും അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും കാരണമാവും. പ്രിയമുള്ളവരെ, ഇത് മഹത്തായ മുഹറം മാസമാണ്. ധാരാളം അമ്പിയാക്കളെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ബുദ്ധിമുട്ടുകളുടെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ സലാമത്താക്കിയ മാസത്തിലാണ് ആ പരിശുദ്ധമായ മുഹറം നമ്മൾ അനുസ്മരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിഷമമുള്ളവരുണ്ട് അല്ലേ, പ്രയാസമുള്ളവരുണ്ട് അല്ലേ, കടങ്ങളുള്ളവരുണ്ട്. നമ്മുടെ കടങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും, അത് രോഗങ്ങളുടെ പ്രയാസമാണെങ്കിലും, അത് കടത്തിൻ്റെ ബുദ്ധിമുട്ടാണെങ്കിലും, മറ്റ് വിഷമങ്ങളൊക്കെ ആണെങ്കിൽ അതെല്ലാം മാറി നമുക്ക് സലാമത്ത് കിട്ടണം, സന്തോഷം കിട്ടണം, ഖൈർ ലഭിക്കണം എന്ന് മനസ്സിൽ ആത്മാർത്ഥമായി കരുതിക്കൊണ്ട് എല്ലാവരും എന്തു ചെയ്യണം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തുകൾ ചൊല്ലി അള്ളാഹുവിലേക്ക് കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. നമ്മുടെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു മാറ്റിത്തരും. ആ സ്വലാത്ത് എങ്ങനെ ചൊല്ലിയാലും, സ്വലാത്ത് തമാശയ്ക്ക് ചൊല്ലിയാൽ പോലും പ്രതിഫലം കിട്ടും അല്ലേ. ഒരു സ്വലാത്ത് ചെല്ലുമ്പോൾ 10 നന്മ അള്ളാഹു തരികയാണ്, 10 സ്ഥാനം അള്ളാഹു ഉയർത്തുകയാണ്, 10 ഗുണങ്ങൾ അള്ളാഹു നമുക്ക് നൽകുകയാണ്. സ്വലാത്ത് കൊണ്ട് മനസ്സിന് സമാധാനം തരികയാണ്, ഐശ്വര്യം തരികയാണ്, നമ്മുടെ ജീവിതം സന്തോഷകരമാവുകയാണ്, ജീവിതം പ്രകാശപൂരിതമാവുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് കൊണ്ട് ധാരാളം നന്മകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു സ്വലാത്ത് ചെല്ലുമ്പോൾ ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു മാപ്പാക്കും. ശിഷ്ടകാലം, ഇനി വരുന്ന കാലം അള്ളാഹു സന്തോഷത്തോടു കൂടിയും റാഹത്തോടു കൂടിയും ഖൈറും ബറക്കത്തും ഐശ്വര്യവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ തരുന്നതോടൊപ്പം പാപമോചനം തരുകയും, പാപമോചനവും അതുപോലെ പാപത്തിൽ നിന്ന് സുരക്ഷിതത്വം അള്ളാഹു താല തരികയാണെങ്കിൽ എത്ര വലിയ ഖൈറായ കാര്യമാണ്. അതുകൊണ്ട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വലാത്തിന് വലിയ മഹത്വമുണ്ട്. അള്ളാഹു സ്വലാത്ത് ചെല്ലുന്നു, മലക്കുകൾ സ്വലാത്ത് ചെല്ലുന്നു. അതുകൊണ്ട് വിശ്വാസികളോടും സ്വലാത്ത് ചെല്ലാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ ചെല്ലുക. 2 മാസം കഴിയുമ്പം റബീഉൽ അവ്വൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ജന്മദിനത്തിൻ്റെ സമയം വരും. അതിനു മുമ്പ് ഇപ്പം തന്നെ നമ്മൾ സ്വലാത്തുകൾ ചൊല്ലി, നമ്മൾ കുറേ സ്വലാത്തുകൾ ചെല്ലാൻ നിയ്യത്ത് ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ
ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എഴുതി വച്ച ആ ഉദ്ദേശങ്ങളും മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കുകയും ധാരാളം നന്മകൾ നമുക്ക് ലഭിക്കാനത് കാരണമാകും. അള്ളാഹു തആല തരുമാറാവട്ടെ. വെള്ളിയാഴ്ച രാവിലും പകലിലും ഒരാൾ സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ ആ സ്വലാത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന, നേരിട്ട് നിങ്ങളുടെ വീട്, നിങ്ങളുടെ നാട്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ വാപ്പയുടെ ഉമ്മയുടെയും നിങ്ങളുടെ തറവാടെല്ലാം ഹബീബായ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇന്നയാൾ ചൊല്ലിയ സ്വലാത്താണ് എന്ന് പറഞ്ഞ് ആ സ്വലാത്തുകൾ ഹബീബായ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ്. അള്ളാഹു കബൂലാക്കട്ടെ. ഓരോ ദിവസവും സ്വലാത്ത് ചെല്ലുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നീ ഖൈറ് കൊടുക്കണേ അല്ലാ, ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞാനൊരു യാത്ര പോകുന്ന സമയത്ത് കോട്ടയത്തെത്തിയപ്പോൾ ഒരു കുട്ടിയെ കണ്ടു. ഉസ്താദ് മുമ്പ് സ്വലാത്തുൽ ഫാത്തിഹിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടു. അന്ന് മുതൽ ഞാൻ സ്വലാത്ത് 1000 ചെല്ലാറുണ്ടെന്ന് ഒരു ചെറുപ്പക്കാരൻ, ചെറിയ കുട്ടി പറഞ്ഞപ്പം വലിയ സന്തോഷമായി. അൽഹംദുലില്ലാ. ആ കുട്ടി ആ ജീവിതത്തിൽ ആ സ്വലാത്ത്, ആ വീഡിയോ കാണുന്ന അന്ന് മുതൽ 1000 സ്വലാത്ത് അവൻ്റെ യാത്രയിലും അവൻ്റെ പഠനത്തിലും അവൻ്റെ ജോലിക്കിടയിലും, ആ ചെറിയ കുട്ടിയാണ്, അധികം പ്രായമൊന്നുമില്ല, ജീവിതത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യം കൊണ്ട് അവൻ ജോലിക്ക് വേണ്ടി പോകേണ്ടി വന്ന കുട്ടിയാണ്. ആ കുട്ടി പറയാം, ഞാൻ ദിവസവും 1000 സ്വലാത്തുൽ ഫാത്തിഹ ചെല്ലുന്നുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഈ മജ്ലിസ് കണ്ടുകൊണ്ട് സ്വലാത്ത് ചെല്ലാൻ തീരുമാനിച്ചവരുണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ദുനിയാവിലും രക്ഷയാണ്, ആഖിറത്തിൽ വലിയ വിജയമാണ്. ദുന്യവിയായ കാര്യങ്ങളൊക്കെ അള്ളാഹു നടത്തി തരും, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അടുപ്പിച്ചു തരും, നമ്മുടെ ഭക്ഷണത്തിൽ വിശാലത തരും, സാമ്പത്തികമായ ഉയർച്ച തരും, കടബാധ്യതകൾ മാറിക്കിട്ടും, മനസ്സിന് സമാധാനം കിട്ടും, എല്ലാ മേഖലയിലും ഉയർച്ച കിട്ടാൻ കാരണമാവും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് കിട്ടാൻ കാരണമാവും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കണം. പ്രിയമുള്ളവരെ, ഒരു ചെറിയ ചരിത്രം. ഒരു വിജനമായ ഒരു വഴികളിലൂടെ ഒരാളിങ്ങനെ നടക്കുകയാണ്, ഒരു യാത്ര. അദ്ദേഹം ഇങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാട്ടിലെത്തിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം കഴിഞ്ഞു. അങ്ങനെ വിഷമിച്ച് വെള്ളമൊന്നുമില്ലാതെ പ്രയാസപ്പെട്ടിങ്ങനെ നിൽക്കുമ്പം കുറച്ച് ദൂരത്ത് ഒരു മാൻപേടയും കുറച്ച് കുട്ടികളെയും മാൻ്റെ കുഞ്ഞുങ്ങളെയും കണ്ടു. അപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ച് നോക്കി. അപ്പോൾ സാധാരണ അല്പ വെള്ളമൊക്കെ ഉള്ള ഭാഗത്ത് ജീവികൾ വരുമല്ലോ, ആ ഭാഗത്തേക്ക് വെള്ളമുണ്ടാകുമെന്ന് കരുതി അദ്ദേഹം അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു കിണറാണ്. ആ പൊട്ടക്കിണറിൻ്റെ സമീപത്തുനിന്ന് ഈ മാന് കുട്ടികളും വെള്ളം ഇങ്ങനെ കുടിക്കുന്ന അദ്ദേഹം ഇങ്ങനെ ദൂരത്തുനിന്ന് കണ്ടു. പക്ഷേ അടുത്തേക്ക് എത്തിയ സമയത്ത്, ആ പൊട്ടക്കിണറിൻ്റെ സമീപത്തേക്ക് ചെന്ന സമയത്ത് ഈ മനുഷ്യൻ നോക്കുമ്പം ആ മാൻപേടൊക്കെ ഈ മനുഷ്യനെ കണ്ടപ്പോൾ അങ്ങോട്ട് ഓടിപ്പോയി. പിന്നെ നോക്കുമ്പോഴത്തേക്കും ഈ മനുഷ്യൻ നോക്കുമ്പോൾ ഈ പൊട്ടക്കിണറിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ താഴ്ഭാഗത്ത് കാണുന്ന വെള്ളം ഈ മനുഷ്യൻ ഇങ്ങനെ വല്ലാത്ത വിഷമിച്ച് പ്രയാസപ്പെട്ട് ദാഹിച്ച് അവശരായി വന്നിട്ട് നോക്കുമ്പോഴത്തേക്കും മാൻപേട അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം കുടിക്കുന്നത് ഇദ്ദേഹം കണ്ടതാണ്. പക്ഷേ ഇദ്ദേഹം അവിടെ എത്തിയപ്പോഴത്തേക്കും വെള്ളം താഴെയാണുള്ളത്. മാൻപേടൊക്കെ ഓടിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിന് നിരാശയായി, പ്രയാസമായി, വിഷമമായി. ഞാൻ ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത്, നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ കുറേ സ്ഥലങ്ങളിൽ മരുഭൂമി തന്നെ ആയിരിക്കും, ചില സ്ഥലങ്ങളിൽ വിജനമായ പ്രദേശമായിരിക്കും. അങ്ങനെ ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് വെള്ളം കിട്ടാതെ പ്രയാസപ്പെട്ടപ്പോൾ വേറെ ആരും വെള്ളം കൊടുക്കാനുമില്ല. അങ്ങനെ ബുദ്ധിമുട്ടിയ ഈ സമയത്തിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, വെള്ളം എടുക്കാൻ മാർഗമില്ലല്ലോ. അപ്പോഴാണ് ഒരു അശരീരി കേൾക്കുന്നത്, ഓ സഹോദരാ, നിങ്ങൾ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്? എന്തിനാണ് പ്രയാസപ്പെടുന്നത്? ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും പല പ്രതിസന്ധിയുള്ള ഘട്ടങ്ങളിലും എത്രയോ ആളുകൾ ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കുന്നു. ആ പ്രയാസപ്പെടുന്നവർക്ക് ഒരു ആശ്വാസത്തിൻ്റെയും ഒരു സമാധാനത്തിൻ്റെയും ഒരു വാക്കും വർത്തമാനവും നമുക്ക് പറയാൻ കഴിഞ്ഞാൽ വലിയ ആശ്വാസമാണ്. അള്ളാഹു പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പ്രതിസന്ധികൾ അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു സലാമത്ത് കൊടുക്കുമാറാവട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അവരുടെ ജീവിതം അള്ളാഹു സന്തോഷത്തിലും ഖൈറിലും ആക്കി തരട്ടെ. നമ്മുടെ ഈ വീഡിയോ ഒക്കെ എല്ലാ ദിവസവും കാണുന്നവർ, എല്ലാ ദിവസവും ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർ, അള്ളാഹു അവർക്കൊക്കെ ഖൈർ തരട്ടെ. നമ്മുടെ ഗ്രൂപ്പുകളിലുള്ളവർ, നമ്മുടെ പുരുഷന്മാരുടെ ഗ്രൂപ്പിലും സ്ത്രീകളിലൊക്കെ ഗ്രൂപ്പിലുള്ളവർ, കേരളത്തിൻ്റെ ഒരറ്റം മുതൽ അങ്ങ് കർണാടക വരെ, അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പല നാടുകളിൽ നിന്ന് നമ്മുടെ മജ്ലിസും നമ്മുടെ സദസ്സും നമ്മുടെ ക്ലാസ്സുകളൊക്കെ എല്ലാ ദിവസവും കാണുന്ന കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, അള്ളാഹു അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ വിഷമങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. സന്തോഷമുള്ള, റാഹത്തുള്ള, ഖൈറായ, ബറക്കത്തുള്ള, എല്ലാ ഐശ്വര്യമുള്ള
നല്ല ജീവിതവും കൊടുക്കണേ അല്ലാ. പ്രതിസന്ധികളുടെ എല്ലാ ബുദ്ധിമുട്ടുകളുടെയും നടുവിൽ നിന്ന് പ്രവാചകന്മാരെ അള്ളാഹുവെ നീ കാത്തുരക്ഷിച്ച പരിശുദ്ധമായ ഒരു മാസത്തിലാണല്ലോ ഞങ്ങളുള്ളത്. അള്ളാഹുവെ വിഷമം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, ഞങ്ങളുടെ ഈ വീഡിയോ ഒക്കെ എല്ലാ ദിവസവും കാണുന്ന, ഞങ്ങളുടെ സദസ്സുകളിൽ പങ്കെടുക്കുന്ന, മജ്‌ലിസുകൾ വീക്ഷിക്കുന്ന മുഴുവൻ ആളുകളുടെയും പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും മാറ്റി മനസ്സിന് സമാധാനവും സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ആ മനുഷ്യനിങ്ങനെ വിഷമിച്ച് പ്രയാസപ്പെട്ട് കിണറ്റിൻ്റെ സമീപത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു അശരീരി, നിങ്ങളെല്ലാ ദിവസവും സ്വലാത്ത് ചെല്ലുന്ന മനുഷ്യനല്ലേ, ആ സ്വലാത്ത് മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്ക്, ഈ കിണറ്റിലുള്ള വെള്ളം എനിക്ക് കിട്ടണം. അങ്ങനെ അള്ളാഹുവിനോട് നിങ്ങൾ സ്വലാത്ത് മുൻനിർത്തി ചോദിക്കുമ്പോൾ ആ പൊട്ടക്കിണറിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തുള്ള വെള്ളം ഇങ്ങനെ പൊങ്ങി വരും. ആ വെള്ളം നിങ്ങൾ കുടിക്കണം. അങ്ങനെ അശരീരി കേട്ടു. ഈ മനുഷ്യൻ ആ അശരീരി കേട്ടത് പ്രകാരം ആ കിണറിൻ്റെ സമീപത്ത് പോയി ഇയാൾ ചെല്ലാറുള്ള സ്വലാത്ത് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ചോദിച്ചു, ഞാൻ എല്ലാ ദിവസവും ചെല്ലുന്ന ഈ സ്വലാത്ത് മുൻനിർത്തി നിന്നോട് ഞാൻ ചോദിക്കുന്നു, അല്ലാ എനിക്ക് വെള്ളം തരണേ അല്ലാ. ആ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്കും കിണറ്റിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം പൊങ്ങി വന്നു. ആ വെള്ളം അദ്ദേഹം കൈയിട്ട് കോരി കുടിക്കുന്നു. സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന് മതിവരുവോളം വെള്ളം കുടിക്കുന്നു. സന്തോഷമായി സമാധാനമായി ആ കൊടും വനത്തിൽ കാട്ടിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന് ആശ്വാസം കിട്ടി. എന്തുകൊണ്ട്? സ്വലാത്ത് കൊണ്ട്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒറ്റപ്പെടലുകളും വെള്ളം കിട്ടാത്തതുപോലുള്ള പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ വരും. ആ സാഹചര്യങ്ങളെ അതിജയിക്കാനും അതിൽ നിന്ന് വിജയിക്കാനും പുരോഗതി കിട്ടാൻ, ഉയർച്ച കിട്ടാൻ, തടസ്സങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, കഷ്ടനഷ്ടങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് സലാമത്ത് കിട്ടാൻ, രക്ഷ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലണം. ആ ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്തുകൾ നമ്മൾ ചെല്ലുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് അത് നമുക്ക് ദുനിയാവിലെയും ആഖിറത്തിലെയും സർവ്വവിധ പ്രതിസന്ധികൾക്കും പരിഹാരമാണ്. ദുനിയാവിലെ പ്രയാസവും പ്രതിസന്ധിയും, രോഗങ്ങൾ, കടങ്ങൾ, അല്ലേ, അതുപോലെ വിഷമങ്ങൾ, കുടുംബത്തിൽ പ്രയാസങ്ങൾ, അതുപോലെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, നല്ലൊരു വീടില്ലാത്തതിൻ്റെ പ്രയാസം, നല്ല ജോലിയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്, കുടുംബങ്ങളിലുള്ള കലഹങ്ങൾ, അങ്ങനെ തുടങ്ങി ഈ ലോകത്തുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുമ്പം അതൊരു വലിയ പരിഹാരമാണ്. അതുകൊണ്ട് ഈ മജ്‌ലിസ് കാണുന്നവർ, ഇത് കേൾക്കുന്നവർ, ഈ വീഡിയോ കാണുന്നവർ അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹ്ലി എന്ന സ്വലാത്ത് ധാരാളം ചെല്ലുക. നമ്മുടെ പ്രയാസം മാറാൻ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ, കടങ്ങൾ വീടാൻ, സിഹർ ബാത്തിലാവാൻ, ശൈത്താനിയത്തിൻ്റെ പ്രയാസം മാറാൻ, റൂഹാനിയത്തിൻ്റെ ബുദ്ധിമുട്ട് മാറാൻ, കൈവശം മാറാൻ, അതുപോലെ പരസ്പരം കുടുംബങ്ങളിൽ ഐക്യവും യോജിപ്പും ഉണ്ടാവാൻ, നമ്മുടെ പഠനത്തിൽ പുരോഗതി ഉണ്ടാവാൻ, ജോലിയിലും കച്ചവടത്തിലും ബിസിനസ്സിലും എല്ലാം അഭിവൃദ്ധിയും ബറക്കത്തും ഐശ്വര്യവും പുരോഗതിയും ഉണ്ടാവാൻ, നമ്മളെ ഒരാൾ കാണുമ്പോൾ അവർക്ക് നമ്മളോട് സ്നേഹവും സന്തോഷവും ഉണ്ടാവാൻ, നമ്മളെ കാണുമ്പോൾ എല്ലാവരും വെറുപ്പോടെ മാറിപ്പോകുന്ന ഒരു സാഹചര്യം അത് ചിന്തിക്കാൻ പോലും പറ്റൂല. അപ്പോൾ എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ, നമുക്കൊരു അംഗീകാരം ഉണ്ടാവാൻ, നമുക്കൊരു കബൂലിയത്തുണ്ടാവാൻ, നമുക്ക് ഇഹപര വിജയം ലഭിക്കാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇരുട്ടുകളും ബുദ്ധിമുട്ടുകളും നീങ്ങി വെളിച്ചവും പ്രകാശവും ഐശ്വര്യവും വന്നു ചേരാൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള ചെറിയൊരു സ്വലാത്ത്, ബീബി ഫാത്തിമ ബീവിയുടെ പേരിൽ അറിയപ്പെടുന്ന സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി, അത് ധാരാളമായി ചെല്ലുക. അങ്ങനെ ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യം ഉണ്ടാവും, വലിയ ബർക്കത്തുണ്ടാവും. ആ സ്വലാത്ത് ചൊല്ലിയിട്ട് എത്രയോ ആളുകൾക്ക് സന്തോഷം ഉണ്ടായിട്ടുണ്ട്. ആ സ്വലാത്ത് ചൊല്ലിയിട്ട് ഞാൻ കുറേ കാലമായി ഒരു വീടില്ലാതെ പ്രയാസപ്പെട്ടിരിക്കുകയായിരുന്നു, ആ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഉസ്താദ് പറഞ്ഞത് മുതൽ ഞാൻ ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെല്ലിയപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് മനോഹരമായ ഒരു വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞുവെന്ന് എത്രയോ സഹോദരങ്ങൾ സന്തോഷം പങ്കുവച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, വാഹനമില്ലാതെ വിഷമിച്ചിരുന്നവർ സ്വലാത്ത് ചൊല്ലിയിട്ട് വാഹനം കിട്ടിയെന്ന് സന്തോഷം അറിയിച്ചിട്ടുണ്ട്. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടവർ സ്വലാത്ത് ചൊല്ലിയിട്ട് രോഗം മാറിയെന്ന് പറഞ്ഞിട്ടുണ്ട്. സിഹറിൻ്റെയും ശൈത്താനിയത്തിൻ്റെയും ബുദ്ധിമുട്ടുകൊണ്ട് കുടുംബങ്ങളിൽ കലഹങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായവർ സ്വലാത്ത് ചൊല്ലിയിട്ട് ആശ്വാസം ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി എന്ന ഈ സ്വലാത്ത് എല്ലാവർക്കും സിമ്പിളായി ചെല്ലാൻ പറ്റുന്ന സ്വലാത്താണ്. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഈ വെള്ളിയാഴ്ച രാവിൽ നിങ്ങൾ ചെല്ലാൻ തുടങ്ങിയാൽ, അത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ
വലിയ വലിയ ബറക്കത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും നമ്മെ തേടിയെത്തും. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ് കാണുന്ന, ഈ സദസ്സ് കേൾക്കുന്ന, ഇതിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ ഗ്രൂപ്പുകളിലുള്ള, ഞങ്ങളുടെ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും കൃത്യമായി കാണുകയും കേൾക്കുകയും പങ്കെടുക്കുകയും ചെയ്യുകയും ചെല്ലുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ ഈ സ്ഥാപനവും ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നവർ, സഹായിക്കുന്നവർ, ഇവിടുത്തെ മക്കൾക്ക് ഭക്ഷണവും വസ്ത്രവും നേർച്ചയും നൽകുന്നവർ, വീട്ടിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ, ഒരു കുട്ടി ജനിച്ച സന്തോഷം ഉണ്ടായാൽ, അതുപോലെ കുടുംബത്തിലൊരു മരണം ഉണ്ടായി, ആ മരണത്തിൻ്റെ ദിക്റും ദുആക്കെ വരുന്ന സമയത്ത്, അങ്ങനെ വീട്ടിലെ പ്രത്യേകമായ വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഈ സ്ഥാപനത്തിലെ കുട്ടികളെ കൊണ്ട് പ്രത്യേകം ദുആ ചെയ്യിക്കുന്ന ധാരാളം ആളുകൾ ഈ വീഡിയോ കാണുന്നവരുണ്ട്, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഇവിടുത്തെ കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്യിക്കുന്ന എല്ലാവർക്കും നീ ഹൈറ് കൊടുക്കണേ അല്ലാഹ്. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും ഒരു ചായയും വെള്ളമൊക്കെ കൊടുത്തുകൊണ്ട് ആ മജ്ലിസിൽ, ബദരിയ മജ്ലിസിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ വീട്ടിൽ, അവരുടെ കുടുംബത്തിൽ, അവരുടെ ജോലികളിൽ, അവരുടെ വരുമാന മാർഗങ്ങളിൽ, അവരുടെ ബിസിനസ്സുകളിൽ, അവരുടെ എല്ലാ മേഖലകളിലും നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, ഹൈറ് കൊടുക്കണേ അല്ലാഹ്. എല്ലാ ഷർറുകളും പ്രയാസങ്ങളും ഫിത്നകളും ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണേ അല്ലാഹ്. ഈ വർഷം മുഴുവൻ സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ബറക്കത്തിൻ്റെയും ദിനങ്ങളാക്കണേ അല്ലാഹ്. ഇന്ന് ഞങ്ങൾ ഈ വീഡിയോ കാണുന്നത് മുതൽ ചെല്ലുന്ന സ്വലാത്തുകൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തിനും പുരോഗതിക്കും ആക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുവേ, ഈ മജ്ലിസ് കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, മനസ്സിന് സമാധാനം നൽകണേ അല്ലാഹ്. സ്വലാത്തു ചൊല്ലി ദുന്യവിയായ ഉഖ്റവിയായ എല്ലാ വിജയവും ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സ്വലാത്ത് ചെല്ലുമ്പോൾ ആഖിറത്തിൽ ധാരാളം സ്ഥാനം ലഭിക്കും. ഒന്ന്, ഈമാനോടുകൂടിയുള്ള മരണം, അല്ലേ? ഖബറിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കാണിക്കുമ്പോൾ ഇതെൻ്റെ ഹബീബാണെന്ന് പറയണമെങ്കിൽ നബിതങ്ങളുമായിട്ട് എന്തെങ്കിലും പരിചയമാണ്. അത് സ്വലാത്ത് ചെല്ല് നബിതങ്ങളുമായി ഒരു പരിചയം ഉണ്ടാവും. നമുക്ക് മദീനത്ത് പോകാനുള്ള ഭാഗ്യം ഉണ്ടാവും. അള്ളാഹു തൗഫീക്ക് തരുമാറാവട്ടെ. മുത്തു നബിയുടെ ഷഫാഅത്ത് നമുക്ക് ലഭിക്കും. ഹബീബായ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാനുള്ള ഭാഗ്യം ലഭിക്കണം. അതിനൊക്കെയാണ് നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത്. ഹബീബായ തങ്ങളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, മഹാന്മാരോടൊപ്പം, മുത്തു നബിയോടൊപ്പം സ്വർഗത്തിൽ സംഗമിക്കാൻ അള്ളാഹു ഈ സ്വലാത്ത് ചെല്ലുന്ന എല്ലാവർക്കും നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ, അവിടുത്തെ ഭാര്യമാർ, അവരോടൊപ്പം ഈ മജ്ലിസ് കാണുന്ന പ്രിയപ്പെട്ട ഉമ്മമാർക്ക് ഹബീബായ തങ്ങളുടെ ഭാര്യമാരോട് കൂടെ, അതുപോലെ അവിടുത്തെ മകളോടുകൂടെ സ്വർഗത്തിലും നീ ഒന്നിപ്പിക്കണേ അല്ലാഹ്. അതിന് ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് ചെല്ലാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, നമ്മൾ ചെല്ലുന്ന സ്വലാത്ത് അപ്പം തന്നെ നബി തങ്ങളുടെ അടുക്കലേക്ക് എത്തും. എന്നാലും നമ്മുടെ ഈ മജ്ലിസിൽ ആ സ്വലാത്തുകൾ മുൻനിർത്തി ദുആ ചെയ്യാൻ കഴിയുന്നവർ, ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും എല്ലാ ദിവസവും നിങ്ങൾ ചെല്ലുന്ന സ്വലാത്ത് ഒന്ന് എഴുതി വെക്കുകയും വെള്ളിയാഴ്ച രാവിൽ നമ്മുടെ ഈ സദസ്സിൽ ആ സ്വലാത്തുകൾ മുൻനിർത്തി അള്ളാഹിനോട് ചോദിക്കാൻ, നിങ്ങൾ ചെല്ലുന്ന സ്വലാത്ത്, ഞാൻ വീണ്ടും പറയുന്നു, ചെല്ലുന്ന സ്വലാത്ത് അപ്പം തന്നെ ഹബീബായ തങ്ങൾക്ക് എത്തിക്കും. ആ സ്വലാത്തുകൾ മുൻനിർത്തി നമ്മൾ അള്ളാഹിനോട് ചോദിക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് കഴിയുന്നവർ, നമ്മുടെ ഈ ശബ്ദമുള്ള കേൾക്കുന്നവർ, അതുപോലെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ ചെല്ലുന്ന സ്വലാത്തുകൾ എണ്ണമൊക്കെ അറിയിച്ചാൽ നമുക്കൊന്നിച്ച് ആ സ്വലാത്തുകൾ മുൻനിർത്തി ദുആ ചെയ്യാം. ഒരു നല്ല കാര്യം മുൻനിർത്തി അള്ളാഹിനോട് ചോദിക്കുമ്പോൾ, ഒരു ഹൈറായ കാര്യം മുൻനിർത്തി റബ്ബിനോട് ചോദിക്കുമ്പോൾ ആ കാര്യങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കാനും ആ പ്രാർത്ഥന സ്വീകരിക്കാനും കാരണമാകുമല്ലോ. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ചെല്ലുന്ന സ്വലാത്തുകളുടെ എണ്ണം നമുക്കിവിടെ അറിയിക്കുകയും ആ സ്വലാത്തുകൾ മുൻനിർത്തി അള്ളാഹിനോട് ചോദിക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ വെളിപ്പാടകലെ എത്തി നിൽക്കുന്നൊരു സമയം അല്ലേ, 2 മാസം കൊണ്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് കുറേ സ്വലാത്തുകൾ മുൻനിർത്തി ഹബീബായ തങ്ങളോട് ചോദിക്കണം. നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ, വിഷമങ്ങൾ മാറാൻ പര്യാപ്തമായ സദസ്സായി, മജ്ലിസായി ഞങ്ങളുടെ ഈ സംഗമവും ഈ സദസ്സും എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. കോട്ടയം ജില്ലയിലെ മലയോര പ്രദേശമായ മുണ്ടക്കയത്ത് പ്രവർത്തിക്കുന്ന ഇർഷാദി എന്ന സ്ഥാപനം, ആ സ്ഥാപനത്തെ നീ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയർത്തണേ അല്ലാഹ്. ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, ഈ സ്ഥാപനത്തിലേക്ക് മക്കളെ പറഞ്ഞയച്ചു വിട്ട രക്ഷിതാക്കൾ, എല്ലാവർക്കും നീ ഹൈറ് കൊടുക്കണേ അല്ലാഹ്. എല്ലാ മേഖലയിലും വിജയം തരണേ അല്ലാഹ്. എല്ലാ പ്രതിസന്ധികളിലും ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലി ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ, ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയുള്ള മാസങ്ങളിലും ഈ വർഷം മുഴുവൻ ഞങ്ങൾക്ക് വലിയ ബറക്കത്തിനും ഹൈറിനും ഈ സദസ്സും ഈ മജ്ലിസും ഈ സ്വലാത്തുകളും കാരണമാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.